ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരുടെ വിശേഷങ്ങൾ? ഇന്ന് നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നെയ്യപ്പം എങ്ങനെ തയ്യാറാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ 2-3 ടിപ്പുകൾ കൂടി പറയുന്നുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ 250 ml കപ്പിൽ 2 കപ്പ് പച്ചരി ആട്ടോ എടുത്തിട്ടുള്ളത്. ഇതൊരു 5 മണിക്കൂർ പുതിർത്തതിന് ശേഷം അവിടെ വെള്ളം ഊറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ മധുരത്തിനായിട്ട് ഞാൻ 3 ഉണ്ട ശർക്കരയാണ് എടുക്കുന്നത്. ഇതിലേക്ക് 250 ml കപ്പിൽ 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഒരു 3 ഉണ്ട ശർക്കര പാകത്തിനൊരു മധുരം ഉണ്ടാവുള്ളൂ. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 4 ഉണ്ട ശർക്കര ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിവിടെ ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി നമുക്കിവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര പാനിയൊക്കെ ഒരുവിധം ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. നല്ലോണം ആറണ്ട, ചെറിയ ചൂടുണ്ടായാലും കുഴപ്പമില്ല. ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഈ അരി അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെള്ളമല്ല ഉപയോഗിക്കുന്നത്, നമ്മളിവിടെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള ശർക്കരപ്പാനിയാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് ഒഴിച്ചു കൊടുക്കുക, അരയാനും മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് നല്ലൊരു കണ്ടോ, ചെറിയൊരു തരി ഉണ്ട് ഇതിന്. ഈ ഒരു തരിയോട് കൂടി വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ബാക്കിയുള്ള അരി കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് ഏലക്ക ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 4 ഏലക്കയാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം, അതായത് നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ശർക്കരപ്പാനി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ചോറാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. 250 ml കപ്പിൽ തന്നെ 1/4 കപ്പ് ചോറും 1/4 കപ്പ് മൈദയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏതെങ്കിലും ഒരു പാത്രം അളവായിട്ട് എടുക്കുമ്പോൾ എല്ലാത്തിനും അത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കും കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ബാക്കിയുണ്ടായിരുന്ന ശർക്കരപ്പാനി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ അരച്ചതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ മൈദ എത്രയാണോ എടുക്കുന്നത് അത്ര തന്നെ ചോറും എടുക്കണം കേട്ടോ. 2 കപ്പ് അരിയുടെ അളവാണ് പറയുന്നത്. നമുക്കിതിലേക്ക് ഒരു 2-3 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. ഇനി പറയുന്ന ആദ്യത്തെ ടിപ്പ്, നമ്മൾ ഇതുപോലെ അരച്ച് കഴിഞ്ഞ് പാത്രത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ നന്നായിട്ട് മിക്സ് ആക്കണം. നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കണം. ഇങ്ങനെ മിക്സ് ആക്കുന്നത് മാത്രമല്ല, രണ്ടാമത്തെ ടിപ്പ്, നമ്മൾ ഈ മാവ് ഇങ്ങനെ നന്നായിട്ട് ഇതുപോലെ ആറ്റി കൊടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ചായയൊക്കെ ആറ്റൂലേ, അതേപോലെ ഇങ്ങനെ പൊക്കി ഇങ്ങനെ ആറ്റി കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം ബബിൾസ് വരും. നിങ്ങൾക്ക് ഇതിൽ എത്രത്തോളം വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് അറിയില്ല, നല്ല അത്യാവശ്യം കാണുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നല്ലോണം ബബിൾസ് വരാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ആറ്റി കൊടുക്കുന്നത്. എന്നിട്ട് ഇത് ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം കിട്ടും. ഞാനിപ്പോൾ ഇതൊരു 2.5 മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. സമയമില്ലാത്തതുകൊണ്ട് 2.5 മണിക്കൂർ വെക്കുന്നത്. നിങ്ങളിത് രാത്രി അരച്ച് വെച്ച് രാവിലെ ഉണ്ടാക്കിയാൽ മതി, അല്ലെങ്കിൽ രാത്രി വെള്ളത്തിലിട്ട് രാവിലെ അരച്ചിട്ട് വൈകുന്നേരത്ത് ഉണ്ടാക്കാം. ആ രീതിയിലും തയ്യാറാക്കാം കേട്ടോ. കുറച്ച് കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം തന്നെ കിട്ടും. പിന്നെ ഞാൻ ഇതിലേക്ക് തേങ്ങക്കൊത്തൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഞാൻ കുറച്ച് ഒരു 1.5 ടീസ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ വരുന്ന കറുത്ത എള്ളും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈ നെയ്ക്ക് പകരം നിങ്ങൾ നെയ്യിൽ ഇത് തേങ്ങാക്കുത്ത് വറുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് നെയ്യ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാനിങ്ങനെ ചേർത്തത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഇതേപോലെ, ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. കണ്ടോ, നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ? ഈ ഒരു രീതിയിലാണ് വേണ്ടത്. അപ്പോൾ ഇനി ഇതുപോലെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും എടുക്കാം, ഏതെങ്കിലും ഫാം ഓയിൽ എന്താണെങ്കിലും കുഴപ്പമില്ല. ഇനി ഈ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, എണ്ണ ഒരുപാട് തിളച്ചിങ്ങോട്ട് നല്ല ചൂടിങ്ങനെ ആവി വരാൻ പാടില്ല. നല്ല ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം മീഡിയത്തിൻ്റെയും ലോയിൻ്റെയും ഇടയിൽ വെച്ചിട്ട് വേണം നമ്മളത് റെഡിയാക്കി എടുക്കാൻ. അതാണ് മൂന്നാമത്തെ ടിപ്പ് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഒരു ഭാഗം ആയതിനു ശേഷം മാത്രമേ മറിച്ചിടാൻ പാടുള്ളൂ. നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ തിരിച്ചും മറിച്ചും അങ്ങനെ ഇടാൻ പാടില്ല. ഒരു ഭാഗം ആയതിനു ശേഷം മാത്രം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഭാഗം കൂടി ആയതിനു ശേഷം ഇതുപോലെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. അപ്പം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഞാനൊരു 2.5 മണിക്കൂർ മാത്രമേ ഇത് വെച്ചിട്ടുള്ളൂ. ഇത് ഓവർനൈറ്റ് വെക്കുന്ന നെയ്യപ്പമാണെങ്കിൽ നല്ലുകൂടി വീർത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. നമ്മൾ അപ്പസോഡ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നമ്മൾ അപ്പസോഡ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ രണ്ടാമത്തത് ഞാൻ ഒഴിച്ച് കാണിച്ചു തരാം. കണ്ടോ, ഈ രീതിയിൽ നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി, അതുപോലെ തന്നെ എണ്ണയുടെ ചൂട് കൂടാനും പാടില്ല കേട്ടോ. മീഡിയത്തിൽ നിന്നും ലോയിൻ്റെയും ഇടയിൽ വെച്ചിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി അങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് എണ്ണ ചൂടായി പോയി എന്ന് തോന്നുമ്പോൾ ഒരെണ്ണം ചുടുമ്പോൾ അറിയാൻ പറ്റും.
അപ്പോൾ നിങ്ങൾ ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് വെച്ചിട്ട് ആ ചൂടൊന്ന് ക്രമീകരിച്ചിട്ട് പിന്നെ അടുത്തത് ഒഴിച്ചു കൊടുക്കുക. ആ രീതിയിൽ റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ കണ്ടോ, നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ആരെടുത്തിട്ടുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാനും ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാ കൂട്ടുകാർക്കും നന്ദി.